ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്യൂലൈറ്റ്സ് ക്ലാസ് റൂം. നമ്മൾ ഇന്ന് പുതിയൊരു സെഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. HST കൊമേഴ്സ് ആസ്പിരൻസിന് വേണ്ടി HST കൊമേഴ്സിൻ്റെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള സെഷൻ സീരീസാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് നമ്മൾ ആ എൻറ്റയർ ടോപ്പിക്കും കവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്യൂരിറ്റി അനാലിസിസിലാണ്. സോ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് നമ്മളുടെ മൊഡ്യൂൾ 3യുടെ ഭാഗമായിട്ടാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് ഈ ഒരു ടോപ്പിക്കിന്റെ മൊഡ്യൂളിന്റെ ടൈറ്റിലായിട്ട് വരുന്നത്. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്സ് പറയുകയാണെങ്കിൽ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സെക്യൂരിറ്റി അനാലിസിസ്, ദെൻ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, EMH, ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ദെൻ മാർക്കോവിറ്റ്സ് മോഡൽ. അതേപോലെ ഒരുപാട് തിയറിറ്റിക്കൽ കൺസെപ്റ്റുകൾ നമുക്ക് സെക്യൂരിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്, ലൈക്ക് ഷാർപ്സ് ഇൻഡെക്സ്, ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ, കൺസെപ്റ്റ് ഓഫ് റിസ്ക് ഫ്രീ അസറ്റ് ആൻഡ് റിസ്കി അസറ്റ്, കൺസെപ്റ്റ് ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷൻ സീരീസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് പാർട്ടിൽ സെക്യൂരിറ്റി അനാലിസിസിന്റെ ബ്രോഡ് ഏരിയാസ്, തിയറീസ് ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. അത് കൂടാതെ ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും ഈ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഹിസ്റ്ററി ആൻഡ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്, ദെൻ അണ്ടർലൈങ് അസറ്റ്, margin requirements and settlement of transactions, lot size, classification of derivatives, then exchange traded and OTC derivatives. അങ്ങനെയുള്ള കൺസെപ്റ്റുകളും അതിനകത്ത് ഓപ്ഷൻ കോൺട്രാക്ട്സ്, ഫോർവേഡ് കോൺട്രാക്ട്സ്, ഫ്യൂച്ചർ കോൺട്രാക്ട്സ് പോലുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കറൻസി സ്വാപ്പ് കൺസെപ്റ്റ് എന്താണ്, സ്വാപ്പിങ്ങിൻ്റെ ആയി ബന്ധപ്പെട്ട ഡീലിംഗ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് പോലുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റ് 3യുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്യൂരിറ്റി അനാലിസിസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സോ വാട്ട് ഈസ് സെക്യൂരിറ്റി അനാലിസിസ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് സെക്യൂരിറ്റീസ് ടു ഡിറ്റർമിൻ ദെയർ ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് പൊട്ടൻഷ്യൽ റിട്ടേൺസ്. നമ്മളിവിടെ സെക്യൂരിറ്റീസിന്റെ റിട്ടേൺ എത്രമാത്രമായിരിക്കും, അതിന്റെ പ്രസന്റ് ഇൻട്രിൻസിക് വാല്യൂ എത്രമാത്രമാണ്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് സെക്യൂരിറ്റീസ് ടു ഡിറ്റർമിൻ ഇറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ റിട്ടേൺസ്. നമുക്ക് വെദർ ടു ബൈ ദി സെക്യൂരിറ്റീസ്, നമ്മളത് ഹോൾഡ് ചെയ്യണോ, ആ ഒരു അസറ്റിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് സെക്യൂരിറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ ഡീപ് ഡൈവ് ഇൻ ടു എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഇൻഡസ്ട്രി ട്രെൻഡ്സ് ആൻഡ് ഓവറോൾ ഇക്കണോമിക് കണ്ടീഷൻസ്. സോ ഫോർ ദിസ് പർപ്പസ് നമ്മൾ ആ ഒരു എൻ്റെ കമ്പനിയെ പറ്റി കൃത്യമായിട്ട് പഠിക്കും. അതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, ദെൻ ഇൻഡസ്ട്രി ട്രെൻഡ്സ് എങ്ങനെയാണ്, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്, ആൻഡ് ഓവറോൾ ഇക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെ ഈ ഒരു സെക്യൂരിറ്റിയെ അഫക്റ്റ് ചെയ്യാം, അതിൻ്റെ പ്രൈസിനെ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ക്രോസ് ചെക്ക് ചെയ്യും. ദി ഗോൾ is to identify undervalued or overvalued securities to make the informed investment decision. സോ വാല്യൂ ഇപ്പോൾ നിലവിൽ ആ സെക്യൂരിറ്റി അണ്ടർ വാല്യൂഡ് ആണോ അതോ ഓവർ വാല്യൂഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വെദർ ടു ബൈ ദി സെക്യൂരിറ്റീസ്, വെദർ ടു ഹോൾഡ് ദി സെക്യൂരിറ്റീസ് ഓർ വെദർ ടു സെൽ ദി സെക്യൂരിറ്റീസ് എന്നുള്ള കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആ രീതിയിൽ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമാണ് സെക്യൂരിറ്റി അനാലിസിസ് കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So security analysis കണ്ടക്ട് ചെയ്യുമ്പോൾ there are two primary approaches to security analysis. ഒന്നാമത്തെ അപ്രോച്ച് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയും. സോ വാട്ട് ഈസ് ഫണ്ടമെന്റൽ അനാലിസിസ്? ഇറ്റ് ഫോക്കസ് ഓൺ കമ്പനീസ് ഇൻട്രിൻസിക് വാല്യൂ ബൈ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇൻഡസ്ട്രി ട്രെൻഡ്സ് ആൻഡ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇവിടെ നമ്മൾ മേടിക്കുന്ന ആ ഒരു സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്, കമ്പനിയുടെ ഓവറോൾ വാല്യൂ, ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ്, അതിൻ്റെ കമ്പനിയുടെ ആ ഒരു പർപ്പസിന് വേണ്ടി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ആ ഒരു ഇൻഡസ്ട്രിയുടെ ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ഇക്കണോമിക് ഫാക്ടേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് കമ്പനി എങ്ങനെയായിരിക്കും, ഫണ്ടമെന്റലി കമ്പനി സ്ട്രോങ് ആണോ, അതിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും തുടങ്ങിയിട്ടൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫണ്ടമെന്റൽ അനാലിസിസിൽ വരുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ റേഷ്യൂസ്. ഈ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സോ ഹിയർ വി വിൽ ബി ചെക്കിംഗ് ഫിനാൻഷ്യൽ റേഷ്യൂസ്, ലിക്വിഡിറ്റി റേഷ്യൂ, പ്രോഫിറ്റബിലിറ്റി റേഷ്യൂ, സോൾവൻസി റേഷ്യൂ, എഫിഷ്യൻസി റേഷ്യൂ, അതേപോലെ മാർക്കറ്റ് വാല്യൂ റേഷ്യൂസ്. ഇത്തരത്തിൽ ഓരോ റേഷ്യൂസും ക്രോസ് ചെക്ക് ചെയ്യുന്നത് വഴി എത്രമാത്രം സ്ട്രോങ് ആണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് മനസ്സിലാക്കാം. അതേപോലെ ഇൻഡസ്ട്രി അനാലിസിസ്, അതിനുവേണ്ടി നമ്മൾ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ക്രോസ് ചെക്ക് ചെയ്യും.
കമ്പനിയുടെ നിലവിൽ ഏത് സ്റ്റേജിലാണ്, വെദർ ബൂമിലാണോ, റിസഷനിലാണോ, ഡിപ്രഷനിലാണോ, ഏത് രീതിയിലാണ് മാർക്കറ്റ് ഇക്കോണമി പോകുന്നത്, അതേപോലെ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട ലൈഫ് സൈക്കിളും അതേപോലെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും എല്ലാം ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസിഷനിലേക്ക് വരുന്നത്. ദെൻ കമ്പനി അനാലിസിസ്, ഇൻഡസ്ട്രിയെ പറ്റി പഠിച്ചു, അതിനുശേഷം കമ്പനി അനാലിസിസ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എത്രമാത്രമുണ്ട് അതിനെപ്പറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യും, മാർക്കറ്റ് ക്വാളിറ്റി ആൻഡ് ഏണിംഗ് ഫോർകാസ്റ്റ്, എക്സ്പെക്ടേഷൻസ് എല്ലാം നമ്മൾ അവിടെ അളക്കുകയാണ് ചെയ്യുന്നത്. സോ കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം അവിടെ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ വാല്യുവേഷൻ മോഡൽസ്, ഫോർ ദിസ് പർപ്പസ് ഡിഫറെൻറ്റ് വാല്യുവേഷൻ മോഡൽസ് വിൽ ബി യൂസ്ഡ് ലൈക്ക് DCF, ദെൻ റിലേറ്റീവ് വാല്യുവേഷൻ, ഡിസ്കൗണ്ട്, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ പോലുള്ള മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂ നമ്മൾ അളക്കുന്നത്. സോ ദീസ് ആർ ദി ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂ ഐഡന്റിഫൈ ചെയ്യുകയാണ്. കമ്പനിയുടെ നിലവിലുള്ള പൊസിഷൻ എങ്ങനെയാണ്, ഷെയറിന്റെ എക്സാക്ട് വാല്യൂ നിലവിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഫോർ ദാറ്റ് പർപ്പസ് ഇൻഡസ്ട്രി അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, ഫിനാൻഷ്യൽ റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് വാല്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നു, കമ്പനി അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു, ഡിഫറെന്റ് വാല്യൂഷൻ മോഡൽസ് യൂസ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ അപ്രോച്ച് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റൽ അനാലിസിസ് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ പാസ്റ്റ് പ്രൈസിനെയും വോളിയം ഡേറ്റയും ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇറ്റ് സ്റ്റഡീസ് ദി പാസ്റ്റ് പ്രൈസ് ആൻഡ് വോളിയം ഡേറ്റ. എത്രമാത്രമാണ് ഈ ഒരു ഷെയർ മുമ്പ് പ്രൈസ് എങ്ങനെയായിരുന്നു, ട്രെൻഡ് എങ്ങനെയാണ്, അതേപോലെ എത്രമാത്രം വോളിയം വരുന്നുണ്ട്, എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് വരുന്നുണ്ട്, വോളിയം എത്ര ആളുകൾ ഇതിനകത്ത് ഷെയർസ് മേടിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ ഈ ഷെയറിന്റെ പ്രൈസ് എങ്ങോട്ട് പോകും, പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ചാർട്ടിനെ റിലേ ചെയ്തുകൊണ്ട്, ചാർട്ട് പാറ്റേൺസും ട്രെൻഡ് മൂവ്മെന്റ്സും അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ അവിടെ ഇൻഡസ്ട്രി അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു, കമ്പനി അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു, അങ്ങനെ ഈവൻ ഇക്കോണമി അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് എൻ്റയർ സിറ്റുവേഷൻ മനസ്സിലാക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർട്ട് പാറ്റേൺസ് ആണ്. ഓക്കെ, അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് റിലേറ്റിംഗ് ടു ട്രെൻഡ്സ്, സപ്പോർട്ട് ലെവൽ ആൻഡ് റെസിസ്റ്റന്റ് ലെവൽ, ആ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയായിരിക്കും ഈ ഷെയർ പ്രൈസ് മൂവ് ചെയ്യുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് വെച്ചുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. സോ ഫോർ ദിസ് പർപ്പസ് നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മൂവിങ് ആവറേജസ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, മൂവിങ് ആവറേജ് കൺവേർജൻറ്റ് ഡൈവേർജൻസ്, അതേപോലെ ചാർട്ട് പാറ്റേൺസ്, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ഡബിൾ ടോപ്പ് പാറ്റേൺസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പാറ്റേൺസ് എല്ലാം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ ഒരു ഷെയർ മുകളിലേക്കാണോ പോകുന്നത്, ഷെയറിന്റെ പ്രൈസ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ടോ, റെസിസ്റ്റൻസ് ലെവലിലാണോ, സപ്പോർട്ട് ലെവലിലാണോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചാർട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി ഒരു കൃത്യമായ ഒരു ഡിസിഷനിലേക്ക് പോകാനാണ് ടെക്നിക്കൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു രണ്ട് ഇമ്പോർട്ടൻ്റ് അപ്രോച്ചുകളാണ് നമ്മൾ സെക്യൂരിറ്റി അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുന്നു. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ്, വേർ വി വിൽ ബി ഒരു കമ്പനിയുടെ പൊസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എങ്ങനെയാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഭാഗമാണ്. വേറാസ് ഷെയർ പാറ്റേൺസ്, ഷെയറിന്റെ മൂവ്മെന്റ് പ്രൈസ് പാറ്റേൺസും ചാർട്ട് പാറ്റേൺസും ഒക്കെ നോക്കിയിട്ട് പ്രിഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയും. സോ സെക്യൂരിറ്റി അനാലിസിസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? ലെറ്റ്സ് സീ. ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാം, അലൈൻ അനാലിസിസ് വിത്ത് ഇൻവെസ്റ്റേഴ്സ് ഗോൾസ്, നമ്മൾ അനലൈസ് ചെയ്യുന്ന പർപ്പസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഷോർട്ട് ടൈം റിട്ടേൺസ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വഴി അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ചാർട്ട് പാറ്റേൺസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതേസമയം ലോങ് ടൈം ഗ്രോത്ത് ആണ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ അവിടെ ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇത് രണ്ടും പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നത്. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചുകൊണ്ടാണ് നമ്മളുടെ സെക്യൂരിറ്റി അനാലിസിസ് ഡിസിഷൻസ് വരുന്നത്. രണ്ടാമതായി റിസ്ക് ടോളറൻസ്, അസസ് ദി ഇൻവെസ്റ്റേഴ്സ് എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഫ്യൂച്ചർ ഫ്ലക്ച്വേഷൻസ്. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എത്രമാത്രം സഹിക്കാൻ വേണ്ടി, എത്രമാത്രം ടോളറൻസ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സ് തയ്യാറാവും എന്നുള്ളതാണ് രണ്ടാമത്തെ മാറ്റർ. ബിക്കോസ് എത്രമാത്രം റിസ്ക് എടുക്കാൻ തയ്യാറാണ് അതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ റിട്ടേൺ വരുന്നത്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ, സ്പ്രെഡ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഡിഫറെന്റ് അസറ്റ് ക്ലാസസ് ടു റെഡ്യൂസ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഒരിടത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പല സെക്യൂരിറ്റീസിലായി അല്ലെങ്കിൽ പല അസറ്റ് ക്ലാസസിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നു. അതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു അസറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ദെൻ ടൈം ഹൊറൈസൺ, കൺസിഡർ ദി ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ടൈം ഫ്രെയിം. എന്തൊക്കെയാണ്, എത്ര ടൈമിനുള്ളിൽ അദ്ദേഹം റിട്ടേൺ ആഗ്രഹിക്കുന്നുണ്ട്? ഷോർട്ട് ടൈം റിട്ടേൺസ് ആണോ എക്സ്പെക്ട് ചെയ്യുന്നത്, അതോ ലോങ് ടൈം
നേച്ചറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ ഇൻവെസ്റ്റർ ആഗ്രഹിക്കുന്നത്. സോ ഈ കൺസിഡറേഷൻസ് എല്ലാം വച്ചുകൊണ്ടായിരിക്കും നമ്മൾ സെക്യൂരിറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. സോ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് നോക്കണം, റിസ്ക് ടോളറൻസ് എത്രമാത്രം ഉണ്ട് നോക്കണം, അതേപോലെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തണം. അതുകൂടാതെ ഇൻവെസ്റ്ററുടെ ടൈം ടൈം ഹൊറൈസൺ എത്രമാത്രമാണ്, ഷോർട്ട് ടൈം ഗോൾസ് ആണോ ഉള്ളത്, ലോങ് ടൈം ആണോ എക്സ്പെക്ട് ചെയ്യുന്നത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും സെക്യൂരിറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ചാലഞ്ചസ് അവർ ലിമിറ്റേഷൻസ്. സെക്യൂരിറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പോൾ വരാവുന്ന പ്രധാന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒന്ന് മാർക്കറ്റ് എഫിഷ്യൻസിയാണ്. ഇൻ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് അണ്ടർ വാല്യൂഡ് സെക്യൂരിറ്റീസ്. എന്താണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ്? എഫിഷ്യൻറ്റ് മാർക്കറ്റ് തിയറി ദർ ഇസ് എ കൺസെപ്റ്റ് ആസ് വെൽ. നമ്മളിനി വരുന്ന ലെക്ചേഴ്സ് EMH കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ്? എഫിഷ്യൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എല്ലാ ഫ്ലക്ച്വേഷൻസും അല്ലെങ്കിൽ ഇക്കോണമിയിൽ വരുന്ന മാറ്റങ്ങളും കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റിൽ വരുന്ന മാറ്റങ്ങളും ഇതെല്ലാം മാർക്കറ്റ് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡീവിയേഷൻസ് എല്ലാം അനുസരിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്തിരിക്കുന്ന പ്രൈസ് ആണ് നിലവിലുള്ള സെക്യൂരിറ്റീസിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് എഫിഷ്യന്റ് ആണെങ്കിൽ അതിനർത്ഥം എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും ഇക്കോണമിയിലുള്ള ചേഞ്ചസ് അനുസരിച്ചും ഫ്ലക്ച്വേഷൻസ് അനുസരിച്ചും ഒക്കെ അതെല്ലാം എഫക്റ്റ് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള പ്രൈസാണ് നിലവിൽ മാർക്കറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് അണ്ടർ വാല്യൂഡ് സെക്യൂരിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മാർക്കറ്റിലുള്ള എല്ലാ ചേഞ്ചസും ഓൾറെഡി സെക്യൂരിറ്റീസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അത്തരത്തിൽ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് അണ്ടർ വാല്യൂഡ് സെക്യൂരിറ്റീസ്. അണ്ടർ വാല്യൂഡ് സെക്യൂരിറ്റീസ് കാണുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള സെക്യൂരിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ രീതിയിലുള്ള മാർക്കറ്റ് ചേഞ്ചസും ഓൾറെഡി റിഫ്ലക്റ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അതാണ് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമതായിട്ട് ഇൻഫർമേഷൻ അവൈലബിലിറ്റി. ആക്സസ് ടു ആക്യുറേറ്റ് ആൻഡ് ടൈംലി ഡേറ്റ ഈസ് ക്രൂഷ്യൽ. കൃത്യമായിട്ടുള്ള ഡേറ്റ ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമുക്ക് സെക്യൂരിറ്റി അനാലിസിസ് വ്യക്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക. ആ ഒരു പർപ്പസും വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാം. ദെൻ ഫോർകാസ്റ്റിംഗ് ആക്യുറസി. പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ പെർഫോമൻസ് ഈസ് ഇൻഹെറന്റ്ലി അൺസർട്ടൻ. ഫ്യൂച്ചർ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ആൻഡ് ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൻ. അത് നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ദെൻ ഹ്യൂമൻ ബയാസസ് ആർ ദെയർ. ലൈക്ക് ഇമോഷണൽ ഫാക്ടേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. പെട്ടെന്ന് പ്രൈസ് കുറയുന്നത് കാണുമ്പോൾ ചാടി വാങ്ങുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൈസ് കൂടുന്ന കാണുമ്പോൾ ഉടനെ വിറ്റ് ലാഭം നേടുന്ന സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള ഹ്യൂമൻ ഫാക്ടേഴ്സ് ആർ ദെയർ, ഇമോഷണൽ ഫാക്ടേഴ്സ് ആർ ദെയർ. അത് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന റിട്ടേൺസ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ അത്തരം ഇഷ്യൂസ് എല്ലാം ഇതെല്ലാം ചാലഞ്ചസ് ആണ് വെൻ വി ആർ കണ്ടക്ടിങ് സെക്യൂരിറ്റീസ് അനാലിസിസ്. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ആക്ച്വലി സെക്യൂരിറ്റീസ് അനാലിസിസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ചെയ്തത്. എന്താണ് കൺസെപ്റ്റ്? പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ആദ്യത്തെ ഒരു പാർട്ട് മൊത്തം നമ്മൾ പറയാൻ പോകുന്നത് സെക്യൂരിറ്റി അനാലിസിസിന്റെ ഡിഫറെന്റ് തിയറീസിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് ടോപ്പിക് എന്നുള്ള രീതിയിൽ എന്താണ് സെക്യൂരിറ്റി അനാലിസിസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ടോപ്പിക്കിൽ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഫണ്ടമെന്റൽ അനാലിസിസ്. ഓക്കെ, ഫണ്ടമെന്റൽ അനാലിസിസ് ബ്രീഫ്ലി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഓൾ. ബൈ.